ഹലോ എവരിവൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് കമ്മീസിൻ്റെ മെഷർമെൻറ്റ്സും അതിൻ്റെ ഇക്വേഷൻസുമാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് കിട്ടിയ കൃത്യമായ അളവുകൾ ഉപയോഗിച്ച് എങ്ങനെ പേപ്പറിൽ വരച്ചെടുക്കാമെന്നതാണ്. അപ്പോൾ നമുക്ക് പേപ്പറിൽ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇതുപോലെയാണ് നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്നത്. ഇതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഫ്ലെയർ ആണ്, അതായത് നമുക്ക് തുണിക്ക് എത്ര വീതി വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സീറ്റ് റൗണ്ട് എത്രയാണോ അതേ /4 ചെയ്യാം. +2 സീം അലവൻസ് ആണ്, അതായത് തയ്യൽ തുമ്പാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ സീറ്റ് അളവ് 40 ആയിരുന്നു. അപ്പോൾ 40 / 4 +2 നമുക്ക് 12 കിട്ടും. അതാണ് നമ്മുടെ ഫ്ലെയർ. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ഫുൾ ലെങ്ത് എത്രയാണോ അതിനോടൊപ്പം നമ്മൾ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ആഡ് ചെയ്യണം. നമുക്ക് കിട്ടിയ ഫുൾ ലെങ്ത് 42 + 1.5 43.5. അതാണ് നമ്മുടെ ഈ ലെങ്ത്ത് വരുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ നെക്ക് വിഡ്ത്താണ്, അതായത് കഴുത്തിൻ്റെ അകലം. അത് കാണാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ ഉണ്ടായിരുന്നു. ചെസ്റ്റ് എത്രയാണോ അതേ /12 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 36 / 12 3 ഇഞ്ച്. അതുപോലെ അത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗം നമ്മുടെ ഫോൾഡിങ് ആയിരിക്കും, മടക്ക് വശം തുണിയുടെ. അപ്പോൾ അവിടുന്ന് ചേർത്തെടുക്കണം നമ്മൾ 3 ഇഞ്ച്. അടുത്ത് നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഷോൾഡർ വന്നേക്കുന്നത് 15 ആണ്. അതേ നമ്മൾ 2 ചെയ്യാം. അപ്പം നമുക്ക് 7.5 കിട്ടും. അതിൽ നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കും, നമുക്ക് 6.5 കിട്ടും. ആ 6.5 നമ്മൾ എവിടെയാണോ നെക്ക് വിഡ്ത്ത് എടുത്തത് ആ പോയിന്റിൽ തന്നെ വേണം നമ്മൾ ഷോൾഡറും മാർക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ നെക്ക് വിഡ്ത്ത് എടുക്കണം 3 ഇഞ്ച്. ആ നെക്ക് വിഡ്ത്തിൽ നിന്ന് നേരെ താഴത്തേക്ക് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത് 5 എടുക്കാം. ഒരു സ്ക്വയർ ബോക്സ് വരച്ചിട്ട് ഷേപ്പ് കൊടുക്കാം. അതുപോലെ ഫ്രണ്ട് നെക്ക് എടുക്കുമ്പോഴും നെക്ക് വിഡ്ത്തിൽ നിന്ന് നേരെ താഴത്തേക്ക് നമ്മൾ 6 ഇഞ്ച് എടുക്കുക, ബോക്സ് വരയ്ക്കുക, ഷേപ്പ് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആം ഹോൾ ലെങ്ത് ആണ്. ആം ഹോൾ ലെങ്ത് കാണണമെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ /8 ചെയ്യാം +2 ഇഞ്ച്. അപ്പം നമ്മുടെ ചെസ്റ്റ് റൗണ്ട് 36 ആണ്. അതേ /8 ചെയ്തു, +2 നമുക്ക് 6.5 കിട്ടി. അപ്പോൾ നമ്മൾ ഷോൾഡർ എവിടെ മാർക്ക് ചെയ്തോ അവിടെ നേരെ താഴത്തേക്ക് വേണം നമ്മൾ ആം ഹോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ ആം ഹോൾ നെക്കിലെ പോയിന്റ് ഇവിടാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ വരുന്നത്. അപ്പം നമ്മൾ ഈ ലെങ്ത്ത് നിൽക്കുന്നതിൻ്റെ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അവിടെ നമ്മൾ ചെസ്റ്റ് എത്രയാണോ അതേ /4 +2. അപ്പം നമ്മുടെ ചെസ്റ്റ് റൗണ്ട് 36. 36/4 നമുക്ക് എത്ര കിട്ടും? 9 ഇഞ്ച് കിട്ടും. പ്ലസ് അവിടെ നമ്മൾ 2 ഇഞ്ച് പുറത്തേക്ക് എടുക്കണം, അത് നമ്മുടെ തയ്യൽ തുമ്പാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 11 ഇഞ്ച് കിട്ടും. അപ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം, സീമും മാർക്ക് ചെയ്യണം. നമ്മൾ നോക്കാൻ പോകുന്നത് വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത് നമ്മൾ നോക്കുന്നത് ആം ഹോൾ ലെങ്ത്തിൽ നിന്നും താഴത്തേക്ക് 7 ഇഞ്ച്. അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെ എടുത്താൽ മതി. പിന്നെ നമ്മൾ നോക്കുന്നത് വേസ്റ്റ് ലെങ്ത് എവിടെ നമ്മൾ മാർക്ക് ചെയ്തോ അവിടെ നമ്മൾ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യണം. അപ്പം നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതേ /4 +2 ഇഞ്ച് കിട്ടും. നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഇപ്പോൾ 32 ആണ്. അതേ /4 നമുക്ക് 8 ഇഞ്ച് കിട്ടും. ആ 8 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. പ്ലസ് തയ്യൽ തുമ്പ് 2 ഇഞ്ച്, അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് സ്ലിറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അത് തന്നേക്കണം 21 ഇഞ്ചാണ്. അപ്പം നമ്മൾ ആ ലൈനിൽ നമ്മുടെ ഹിപ്പ് ലൈൻ, നമ്മുടെ സീറ്റ് റൗണ്ട് വന്നേക്കണത് എത്രയാണോ അതേ /4 ചെയ്യുക, +1 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പാണ്. അപ്പോൾ നമ്മുടെ സീറ്റ് 40 ആണ്. 40 /4 നമുക്ക് 10 ഇഞ്ച് കിട്ടും. +1 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ്. ചെസ്റ്റിൻ്റെ അവിടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ്. അതുപോലെ വേസ്റ്റിൻ്റെ അവിടെ 2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. പക്ഷേ ഹിപ്പ് ലൈനിൻ്റെ അവിടെ മാത്രം നമുക്ക് 1 ഇഞ്ച് മതി. എന്നാലേ നമ്മൾ സ്ലിറ്റ് അടിക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ആം ഹോളാണ്. നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഉള്ളതുപോലെ തന്നെ ബാക്ക് ആം ഹോളും ഫ്രണ്ട് ആം ഹോളും ഉണ്ട് നമ്മുടെ കൈക്കുഴി. അപ്പം നമ്മൾ ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാൻ നേരത്ത് നമ്മുടെ ആം ഹോൾ ലെങ്ത്തിൻ്റെ ഈ കോർണറിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഈ ആം ഹോൾ ലെങ്ത്തിൻ്റെ മിഡിൽ കണ്ടിട്ട് നമ്മൾ ഈ മിഡിലും ഈ ആം ഹോൾ ലെങ്ത്തിൻ്റെ പോയിൻറ്റും ഈ ചെസ്റ്റ് ലൈനും കൂടി ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്യുവാണെങ്കിൽ ഈ കോർണറിൽ നമ്മൾ 1/2 ഇഞ്ച് എടുക്കാം. നമ്മൾ നേരത്തെ കണ്ടുവച്ചിരിക്കുന്ന സെൻറ്ററിൽ നിന്ന് അകത്തേക്ക് നമ്മളൊരു 1/4 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് ഈ ഷോൾഡറിൻ്റെ പോയിൻറ്റും ഈ 1/4 ഇഞ്ചും നമ്മുടെ 1/2 ഇഞ്ചും എടുത്തിട്ട് ചെസ്റ്റ് ലൈനിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് പേപ്പറിൽ നമ്മുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സ്ലീവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുപോലെ സ്ലീവ് എങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു.